ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കർക്കിടകം ഒന്നിന് രാമനെ പറ്റി കുറച്ച് പറഞ്ഞിട്ട് പിന്നെ ഇവളവിടെ പോയി. കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ കുറച്ച് ഞാനിപ്പോൾ ഷോർട്സ് ഇടായിരുന്നുണ്ട്. രാമായണത്തിനെ പറ്റി ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇന്ന് അതിനെ പറ്റിയിട്ടാണ് കുറച്ച് ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ. ദശരഥൻ്റെ 4 പുത്രന്മാരെയും ആശ്രമത്തിലേക്ക് വിട്ടു പഠിക്കാനായിട്ട്, ഗുരുകുലത്തേക്ക്. അപ്പോൾ അവർ 4 പേരും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു. അപ്പോൾ ഇവിടെ വിശ്വാമിത്രൻ്റെ യാഗം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് പറഞ്ഞു. അതായത് രാമനെയും ലക്ഷ്മണനെയും എൻ്റെ പരം വിടണമെന്ന് ദശരഥനോട്. അപ്പോൾ ദശരഥന് കുറച്ചൊരു ഇതുണ്ടായിരുന്നു, അവരിപ്പല്ലേ വന്നത്, എന്നിട്ടെങ്ങനെയാണ് നിങ്ങളെപ്പരം അയക്കുവാന്നില്ലേ. പക്ഷെ വശിഷ്ഠ മഹർഷി പറഞ്ഞുകൊണ്ട് അയച്ചു. യാഗം നടക്കാണ്ടിരിക്കാൻ വേണ്ടി 3 രാക്ഷസന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സുബാഹു, താടക, മാരീച ഇവരെല്ലാം രാമൻ വധിച്ച് വിശ്വാമിത്രൻ്റെ യാഗം നല്ല സഫലമായിട്ട് തീർന്നു. അതിൻ്റെ ഇടയിലാണ് അഹല്യാമോക്ഷം. അഹല്യനെയും രാമനാണ് മോക്ഷം നൽകിയത് ശാപത്തിൽ നിന്ന്. ഇപ്പുറം മിഥിലാപുരിയിൽ നമ്മുടെ ജനക മഹാരാജാവിന് ഒരു കുട്ടീനെ കിട്ടി. നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. അപ്പം ഭൂമിദേവി ആണത്, അതാണ് സീത. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം സീതാ സ്വയംവരത്തിൻ്റെ ഘട്ടമാണ്. അപ്പോൾ ത്രയംബകം വില്ലൊടിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ രാമനും ലക്ഷ്മണനും വന്നു, വിശ്വാമിത്രൻ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് രാമൻ വില്ലൊടിച്ചപ്പോൾ അവിടെ പരശുരാമൻ്റെ ഇതിൻ്റെ കുറച്ച് നല്ലൊരു ദേഷ്യം ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു വില്ലൊടുക്കുന്നതിനെ പറ്റിയിട്ട്. ഭയ്യ അതൊക്കെ ഇതായിട്ട് സ്വയംവരമായിരുന്നു, രാമൻ്റെ സ്വയംവരം. ഒപ്പം തന്നെ ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും കല്യാണം അവിടുന്ന് കഴിഞ്ഞു. ജനകമഹാരാജന് 4 പുത്രിമാരാണല്ലോ. അപ്പോൾ ദശരഥൻ പിന്നെ രാമനെ രാജാവാക്കാൻ തീരുമാനിക്കുമെന്ന്. പക്ഷെ ഇപ്പുറം കൈകൈ അതിന് സമ്മതിക്കുന്നില്ല. ഭരതനാണ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, കുഴപ്പമാണ്, ഭരതനാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം അവിടെ ഒരു കൈകേയിൻ്റെ സഹായി മന്ദരയാണ് ഓരോന്നിങ്ങനെ ഏഷ്യണി ഇങ്ങനെ പറഞ്ഞിട്ട് ദശരഥനെ വെല്ലാണ്ടാക്കുന്നു. അപ്പോൾ രാമനോട് കൈകേയി പറഞ്ഞു, കാട്ടിൽ പോകേണ്ടത് കാട്ടിലേക്ക് അയക്കുന്നത് ഭരതനെ രാജാവാക്കണം. ഇത് 2 കാര്യങ്ങളാണ് കൈകേയിക്ക് വേണ്ടത്. ഇതെല്ലാം മന്ദര പറഞ്ഞിട്ടാണ് ഇങ്ങനെയെല്ലാം കൈകേയി ചെയ്യുന്നത്. അപ്പോൾ അവർ രാമനോടൊപ്പം സീതയും ലക്ഷ്മണനും പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ 3 ആളും കാട്ടിലേക്ക് യാത്രയായി. അപ്പോൾ അവർ യാത്രയായപ്പോൾ അവിടെ ഗുഹ എന്ന് പറഞ്ഞ ഒരു ഇവരുണ്ട്, ട്രൈബൽ, അതായത് എന്താണ് ആദിവാസീൻ്റെ. അപ്പോൾ കണ്ടിട്ട് രാമനെ സേവിച്ചു. നല്ല ഇതായിരുന്നു, രാമൻ്റെ ഭക്തനാണ് നല്ല. അപ്പോൾ അവിടെ എല്ലാം 3 ആളെയും അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ദശരഥൻ മരിക്കുന്നുണ്ട്. അപ്പോൾ ദശരഥന് ഒരു ശാപം ഉണ്ടായിരുന്നു. ദശരഥൻ പണ്ട് കാട്ടിൽ പോകുമ്പം പിന്നെ ശ്രാവണകുമാരൻ്റെ അച്ഛനമ്മേൻ്റെയും ശാപമാണ്. അപ്പോൾ ശ്രാവണകുമാരനെ അറിയാണ്ട് കൊല്ലണ്ട വന്നിരുന്നു ദശരഥന്. അപ്പോൾ കാട്ടിൽ പോയേരം അതുകൊണ്ടാണ് ആ ശാപം വന്നത്. നീ മക്കളുടെ വിയോഗത്തിൽ നിൽക്കേണ്ടി വരുന്നു. ഭരതൻ വീട്ടിലെത്തിയിട്ട് അമ്മേനോടും മന്ദരേനോടും നല്ലോണം ദേഷ്യപ്പെട്ടു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് രാമനെ കാട്ടിലയച്ചതല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദശരഥ മഹാരാജാവ് മരിച്ചു. പിന്നീട് ഭരതൻ കാട്ടിലേക്ക് പോയി രാമനെയും സീതേനെയും കാണാൻ വേണ്ടി, ലക്ഷ്മണനെയും കാണാൻ വേണ്ടി. കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ രാമൻ്റെ പാദങ്ങൾ എടുത്തിട്ടാണ് വന്നത്. പിന്നെ കാട്ടിൽ കുറച്ച് സംഭവ വികാസങ്ങളാണ് ഇനി അടുത്തതിനകത്ത്. രാമനും ലക്ഷ്മണനെല്ലാം വിരാധ എന്ന് പറഞ്ഞ രാക്ഷസനെ രാമന് കൊല്ലണ്ട വന്നു. അപ്പം ബ്രഹ്മാവൊരു ഇത് കൊടുത്തിനി പിന്നെ ആയുധം വെച്ച് കൊല്ലാൻ കഴിയില്ലാന്ന്, ആയുധം ഇല്ലാണ്ടാണ് അവരെ കൊന്നത്. എന്നിട്ട് അവർ ഗന്ധർവനായിട്ട് പിന്നെ മാറി ഇതാവയത്. അപ്പോൾ ഇവരെ ജീവിതം പഞ്ചവടിയിലാണ്. പഞ്ചവടിയിൽ ഒരു നല്ല കുടിലാണ് നിൽക്കുന്നത്. പഞ്ചവടിയിൽ യാദൃശ്ചികമായി ശൂർപ്പണഖ കാണാൻ വന്നു. അപ്പോൾ ശൂർപ്പണഖ രാമനോട് എൻ്റെ ഭർത്താവാൻ വേണ്ടിയില്ലേ ഒരു ഇത്
ഉണ്ടായിരുന്നു. രാമൻ പറഞ്ഞു എനിക്ക് ഭാര്യയുണ്ട് സീത. അപ്പോൾ ഈ സീതേനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോഴാണ് നമ്മളെ ലക്ഷ്മണൻ നേരെ ശൂർപ്പണഖേൻ്റെ മൂക്ക് ചെത്തിയത്. അപ്പോൾ അവിടെ നല്ല സംഘർഷങ്ങളുണ്ടായിരുന്നു. വേറെയും കുറേ ആൾക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ രാമൻ അമ്പ ചെയ്ത് അവരെല്ലാം തോൽപ്പിച്ചു. അപ്പോൾ ഈ ശൂർപ്പണഖ പോയിട്ട് രാവണൻ്റെ സഹോദരിയാണല്ലോ, പറഞ്ഞു കാര്യം ഇങ്ങനെ എൻ്റെ മൂക്ക് ഇതെല്ലാം സംഭവിച്ചതെല്ലാം വിവരിച്ചു രാവണനോട്. രാവണൻ മാരീചനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചു എങ്ങനെയല്ലോ. അപ്പം മാരീചൻ അവിടെ പോയിട്ട് വേഷം മാറി സ്വർണ്ണ മാനായിട്ട് അവരെ ഇതാക്കാം. അപ്പോൾ സീത കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് രാമൻ അതിനെ നോക്കാൻ പോയി. അപ്പോൾ ലക്ഷ്മണനും കൂടെ പോയി. ലക്ഷ്മണൻ കൂടെ പോകുന്നതിന് മുമ്പേ ലക്ഷ്മണ രേഖ വരച്ചിട്ടാണ് പോയത്. ആ സമയം കൊണ്ട് രാവണൻ സന്യാസീൻ്റെ വേഷത്തിൽ വന്നിട്ട് സീതേനെ തട്ടിക്കൊണ്ട് പോകുന്നു, പുഷ്പവിമാനത്തിൽ തട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഇതെല്ലാം ജടായു കണ്ടിട്ട് ജടായും ആക്രമണത്തിൽ ഉണ്ടായിരുന്നു. ജടായു ആണ് പറഞ്ഞത് നിങ്ങൾ വേഗം സുഗ്രീവൻ്റെ അടുക്ക പോകണമെന്ന്. സുഗ്രീവൻ്റെ അടുക്ക എത്തുന്നതിന് മുമ്പേ നമ്മൾ ശബരീനെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. ഇതിനെ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പം ഒരു ബ്രാഹ്മണ രൂപത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഹനുമാനാണ്. ഹനുമാൻ ആണ് അതിൻ്റെ വേഷത്തിൽ വന്നത്. അപ്പം ഹനുമാൻ ഇവർ രണ്ടാളും കൂട്ടിയിട്ട് ലക്ഷ്മണനെയും കൂട്ടിയിട്ട് അങ്ങ് സുഗ്രീവൻ്റെ അടുക്ക പോയി. അപ്പോൾ ശ്രീരാമൻ സുഗ്രീവനുമായിട്ട് നല്ല ഫ്രണ്ടാണ്, നല്ല സുഹൃത്താണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ബാലി സുഗ്രീവൻ്റെ യുദ്ധത്തിൽ ബാലീനെ മറിഞ്ഞു നിന്നിട്ടാണ് രാമൻ കൊല്ലുന്നത്. അപ്പം അതാണ് ഇത് സുഗ്രീവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത്. അപ്പം രാമൻ വാലീനെ കൊന്നതിന് ശേഷം സുഗ്രീവനാണ് ആദ്യത്തെ രാജാവ്, കിഷ്കിന്ധയിൽ രാജാവ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ സീതേനെ കണ്ടുപിടിക്കാൻ സുഗ്രീവനും പിന്നെ വാനരന്മാരും എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഹനുമാൻ ഉൾപ്പെടെ എല്ലാവരും എന്താണ് നമ്മളെ രാവണൻ്റെ ലങ്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ലങ്കയിലെ നദി നിൽക്കുന്നെല്ലാം രാക്ഷസി വരുന്നുണ്ട്. ആക്രമണങ്ങൾ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങ് ലങ്കയിലേക്ക് എത്താൻ വേണ്ടി. സുരസ എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ടായിന്. അപ്പോൾ അവർ എല്ലാം ഫൈറ്റ് ചെയ്തിട്ട് ഹനുമാനാണ് എങ്ങനെ ലങ്കയിലെത്തിയപ്പോൾ കവാടത്തിൽ ലങ്കിനി എന്ന് പറഞ്ഞൊരു കവാടിക ഉണ്ടായിരുന്നു. ഹനുമാൻ എങ്ങനെ അകത്ത് കയറി, അതായത് അശോക വാട്ടികയിലെത്തി സീതേനെ കണ്ടു. സീതേനെ കണ്ടിട്ട് സീതക്ക് രാമൻ തന്നെ മൂന്നും കൊടുക്കുന്നുണ്ട്. തിരിച്ചും ഹനുമാനിന് നമ്മൾ അവർക്കൊന്നും ആഭരണം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ രാവണൻ സീതേനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മേലെ നിന്ന് ഹനുമാൻ കാണുമായിരുന്നു. അപ്പോൾ ഇത് ഒരു ത്രിട എന്ന് പറഞ്ഞ കാവൽക്കാരിയാണ് സീതക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സീത തിരിച്ച് ആഭരണം കൊടുക്കുന്നു, അത് രാമൻ എത്തിക്കുന്നുണ്ട്. രാമൻ്റെ ഇങ്ങോട്ട് മുതിരു സീതക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹനുമാനെ അവരെ കണ്ടിട്ട് ലങ്കയിൽ രാവണൻ അവിടെ കെട്ടിയിട്ട് അവിടെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ടായിരുന്നു ലങ്കയിൽ. പക്ഷേ ഹനുമാൻ മഹാശക്തിശാലിയായതുകൊണ്ട് ലങ്ക മൊത്തം കത്തിച്ചാണ് ആടെ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് രാമനോട് സീതാ മാതാവ് തന്ന് ആഭരണം കാണിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരും എന്താണ് വാനരപ്പട അവർ ഇങ്ങനെ ആർമിയെല്ലാം വെക്കുമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് വിഭീഷണ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട് രാവണൻ. വിഭീഷണൻ വിഷ്ണുവിൻ്റെ മഹാഭക്തനാണ്. അപ്പോൾ രാമനോട് നല്ല സൗഹൃദമാണ് വിഭീഷണന്. അപ്പോൾ ലങ്കയിലേക്ക് കടക്കാൻ വേണ്ടി പാലം ഇതാക്കേണ്ടതുകൊണ്ട് അവിടെ
പിന്നെ ആ സീ ഗോഡ്, അതായത് കടലിൻ്റെ ദൈവത്തിനെ പ്രാർത്ഥിച്ച് അനുവാദം നൽകിയിട്ടാണ് ഓരോരോ വാനരന്മാർ ഇങ്ങനെ കല്ല് വെള്ളത്തിലിട്ടിട്ടാണ് വലിയ പാലാക്കിയത്. എനിക്ക് രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ഭയങ്കര ഇതുണ്ടായിരുന്നു. രാമലക്ഷ്മണൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷ്മണനെ പരിക്ക് വരെ പറ്റുന്നുണ്ട്. രാമനും ലക്ഷ്മണനും പരിക്ക് പറ്റുന്നുണ്ട്. ആ ഒരു ഗരുഡൻ്റെ ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇല്ലതിൽ നിന്ന് ലക്ഷ്മണൻ പിന്നെ വീഴുന്നുണ്ട്. പിന്നെ കുംഭകർണനും അവിടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മണനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ മറ്റേ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി ഹനുമാനെ പറഞ്ഞിരിക്കുന്നു. ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. പിന്നെ രാമൻ കൊല്ലുന്നുണ്ട്. അപ്പം തല വെട്ടിയിട്ട് തല ആദ്യം വയ്യ അവസാനം മേത്ത് അമ്പ് ആക്കിയിട്ടാണ് വയറിന് നെഞ്ഞത്ത് അതാക്കിയിട്ട് അമ്പ് വെട്ടിട്ടാണ് രാവണൻ്റെ ഇത് അവസാനം. പിന്നെ സീതേനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ സീതയ്ക്ക് അഗ്നി പരീക്ഷ വരെ നൽകേണ്ട വന്നു. പവിത്രം ആണോ എന്നുള്ള ഇതായിട്ട്. എന്നിട്ട് അവർ പുഷ്പവിമാനത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇടയിൽ ഹനുമാൻ ഭരതനെ കാണുന്നുണ്ട്. അപ്പോൾ രാമലക്ഷ്മണന്മാർ അയോധ്യയിലേക്ക് തിരിച്ചു വന്ന് എന്നിട്ട് അയോധ്യയിൽ നിന്ന് രാമന കിരീടം രാജ്യം ഏൽപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ രാമായണത്തിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് പറയാൻ ശ്രമിച്ചു. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വരാം. ബായ്.